വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ അറേ ഓപ്പറേഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി സെർച്ചും അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് തൊട്ട് നമ്മൾ 2-3 സോർട്ടിങ് അൽഗോരിതംസാണ് കാണുന്നത്. അപ്പോൾ അറേയുടെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്കറിയാം അല്ലേ. ട്രാവേഴ്സിംഗ് ഉണ്ട്, സെർച്ചിങ്, ദെൻ സോർട്ടിങ്, മെർജിങ്, കുറേ ഇൻസെർഷൻ, ഡിലീഷൻ, നമ്മൾ കുറേ ഓപ്പറേഷൻസ് കണ്ടു. അപ്പോൾ ഇന്ന് കാണേണ്ടത് സോർട്ടിങ് അൽഗോരിതംസ് ആണ്. അപ്പം മെയിൻലി സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഡറിൽ, ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓർഡറിൽ നമ്മൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുക. അത് അസെൻഡിങ് ഓർഡർ ആവാം, ഡിസെൻഡിങ് ഓർഡർ ആവാം, ഏത് ഓർഡർ ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മുടെ അറേയിലുള്ള എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുക. അതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് അസെൻഡിങ് ആവാം, ഡിസെൻഡിങ് ആവാം. ഇനി സോർട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 അൽഗോരിതംസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ഇൻസേർഷൻ സോർട്ട്, രണ്ടാമത്തെ സോർട്ടിംഗ് അൽഗോരിതമാണ് സെലക്ഷൻ സോർട്ട്, മൂന്നാമത്തേതാണ് ക്വിക്ക് സോർട്ട്. ഈ സോർട്ടിംഗ് എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കില്ല എല്ലാ സോർട്ടിംഗ് അൽഗോരിതത്തിൻ്റെ ലോജിക്ക് ഒന്ന് തന്നെയാണ്. ഈ ഓരോ സോർട്ടിംഗ് അൽഗോരിതത്തിൻ്റെ ലോജിക്ക് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെയൊക്കെ കോംപ്ലക്സിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാനുള്ളത് അതിനകത്ത് ആദ്യത്തെ സോർട്ടിംഗ് അൽഗോരിതമാണ്. അതാണ് ഇൻസേർഷൻ സോർട്ട്. ഫസ്റ്റ് സോർട്ടിംഗ് അൽഗോരിതമാണ് ഇൻസേർഷൻ സോർട്ട്. ഇനി എന്താണ് ഇൻസേർഷൻ സോർട്ട് എന്ന് വെച്ചാൽ, ഇൻസേർഷൻ സോർട്ടിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മൾ കാർഡ് പ്ലേ ചെയ്യും അല്ലേ. എല്ലാവരും എൻ്റെ കുറേ കാർഡ്സ് ഇരിപ്പുണ്ട്. കുറേ കാർഡില്ല കേട്ടോ, 8-9 കാർഡ്സേ ഉള്ളൂ. ഫുൾ കാർഡ്സില്ല, നമ്പർ മാത്രമുള്ള കാർഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1, 2 പല നമ്പേഴ്സ് ഉണ്ട്. 1, 2, 5, 6 കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കാർഡിനെ നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഇൻസേർഷൻ സോർട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ, അപ്പം ഇത് എൻ്റെ സെറ്റ് ഓഫ് കാർഡ്സ് ആണ്. എൻ്റെ ഇവിടെ ഒരു ടേബിളുണ്ട്. അപ്പോൾ ആ ടേബിളിൻ്റെ പുറത്ത് ഞാൻ ഈ കാർഡ് ഇങ്ങനെ കമത്തി വെച്ചേക്കുവാണ്. എനിക്ക് കാണാൻ പറ്റത്തില്ല ഈ കാർഡിൻ്റെയൊക്കെ എൻട്രീസ്, വാല്യൂസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോവുക? ആദ്യത്തെ കാർഡ് എടുക്കുക അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഫസ്റ്റ് കാർഡ് എടുത്തു. ഈ ഫസ്റ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാർഡ് ഈസ് ട്രിവിയലി സോർട്ടഡ് ആണ്. നമ്മൾ ഒറ്റ കാർഡേ ഉള്ളൂ നമ്മുടെ കയ്യിലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ എലമെൻറ്റേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് ആരുമായിട്ടും അതിനെ കമ്പയർ ചെയ്യാനില്ല അല്ലേ. അപ്പോൾ ആ എലമെൻറ്റ് എന്താ, ഇറ്റ് സെൽഫ് സോർട്ടഡ് ആണ്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻട്രി 10 ആണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും കാണത്തില്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ 10 ആണ് കേട്ടോ. അപ്പം അപ്പം ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് എൻ്റെ കാർഡ് എടുത്തു. ഈ ഒരു സിംഗിൾ കാർഡേ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ട്രിവിയലി സോർട്ടഡ് ആണ്. ഞാൻ നേരെ എന്ത് ചെയ്തു, അതെൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി. ഇനി ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ കാർഡ് എടുത്തു അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് 2 പൊസിഷനിൽ വെക്കാം. ഒന്നെങ്കിൽ എനിക്കതിനെ ഈ പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ പൊസിഷനിൽ വെക്കാം. പിടികിട്ടിയോ? അതായത് എൻ്റെ 10 എന്ന് പറയുന്ന കാർഡാണിത്. ഒന്നെങ്കിൽ ഞാൻ ഈ എടുത്ത കാർഡിനെ ഈ ഒരു പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാം. അപ്പോൾ അത് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടതെന്ന് എന്നറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന ഈ കാർഡും ഞാനിപ്പോൾ എടുത്ത കാർഡും കൂടെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന വാല്യൂ 10 ആണ്, ഈ കാർഡിൻ്റെ വാല്യൂ 7 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന കാർഡിലും ലെസ്സറാണ് ഈ എലമെൻറ്റ്. അപ്പം ഞാൻ ആ കാർഡിനെ എങ്ങോട്ട് പ്ലേസ് ചെയ്തു, ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ള 2 കാർഡും സോർട്ടഡ് ആണ്, 7ഉം 10ഉം ആണ്. അപ്പോൾ ഈ 2 കാർഡും എന്തായി, സോർട്ടഡ് ആയിട്ട് മാറി. ഇനി അപ്പോൾ എപ്പോഴും ഓർക്കുക, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന എല്ലാ കാർഡ്സും എന്തായിരിക്കും, സോർട്ടഡ് ആയിരിക്കും. ഞാൻ ഇനി അടുത്ത് എന്താ ചെയ്യുക, നെക്സ്റ്റ് കാർഡിനെ എടുക്കും അല്ലേ. നെക്സ്റ്റ് കാർഡിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യം ആരുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 7ഉം 10ഉം ആണ് അല്ലേ. ആദ്യം ഞാൻ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, ഈ റൈറ്റ് മോസ്റ്റ് ഇരിക്കുന്ന ആൾ ആരാണ്, 10 ആണ്. അപ്പോൾ ഈ കാർഡുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് ആദ്യം. ഈ കാർഡിലും ഗ്രേറ്റർ ആണ് ഈ കാർഡെങ്കിൽ പിന്നെ ഇതുമായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവർ തമ്മിൽ സോർട്ടഡ് ആണ്. ഈ കാർഡ് രണ്ടും സോർട്ടഡ് ആണ്. അപ്പം ഞാൻ എടുത്ത കാർഡ് ഈ റൈറ്റ് മോസ്റ്റ് കാർഡിലും ഗ്രേറ്റർ ആണെങ്കിൽ നേരെ എനിക്കതിനെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഈ ഒരു എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് സോർട്ടഡ് ആയതുകൊണ്ട് ഈ ലാസ്റ്റ് ഇരിക്കുന്ന കാർഡിലും ഗ്രേറ്റർ ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡെങ്കിൽ ഷുവർലി അത് ഈ എലമെൻറ്റിലും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താ വന്ന് എടുത്ത വാല്യൂ എന്ന്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത വാല്യൂ 3 ആണ്. അപ്പം ഞാൻ ആദ്യം ആരുമായിട്ട് കമ്പയർ ചെയ്യും, 10ഉം 3ഉമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 10ലും ലെസറാണ്. അപ്പോൾ എന്തായാലും പിന്നെയുള്ള നെക്സ്റ്റ് ചാൻസ്, അപ്പോൾ ഇവിടെ എനിക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. പിന്നെയുള്ള നെക്സ്റ്റ് ചാൻസ് എന്താ, ഇതിൻ്റെ മിഡിലിൽ വെക്കുക എന്നുള്ളത് അല്ലേ. അപ്പം മിഡിലിൽ വെക്കാൻ പറ്റുമോ എന്നറിയണേ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. 3ഉം 7ഉം ആണ്. എഗെയിൻ എന്താണ്, 3 ഈസ് ലെസർ ദാൻ 7.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പിന്നെ എനിക്ക് കമ്പയർ ചെയ്യാൻ കാർഡുണ്ടോ? ഇല്ല. അപ്പോൾ കമ്പാരിസൺ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഫസ്റ്റ് പൊസിഷനിലേക്ക് എന്ത് ചെയ്തു? ഈ 3 എന്ന് പറയുന്ന വാല്യൂ ഉള്ള കാർഡിനെ ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 കാർഡ്സാണ് ഉള്ളത്. ഈ 3 കാർഡും എന്താണ്? സോർട്ടഡ് ആണ്. വാല്യൂസ് ഏതൊക്കെ വരും? 3, 7, 10. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഓരോ പാസ് കഴിയുമ്പോഴും എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എലമെൻറ്റ്സ് എന്താണോ അത് എന്തിലായിരിക്കും? സോർട്ടിലായിരിക്കും. ഓക്കെ. ഇനി അഗെയിൻ ഞാൻ നെക്സ്റ്റ് കാർഡിനെ എടുത്തു. ആദ്യം ഞാൻ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ഈ റൈറ്റ് ടു മോസ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അതിലും ഗ്രേറ്റർ ആണ് എൻ്റെ കാർഡെങ്കിൽ പിന്നെ ഇവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ എടുത്ത കാർഡ് 6 ആണ്. ആദ്യം ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി? 10 കമ്പയർ ചെയ്ത് നോക്കി. 6 ഈസ് ലെസ്സർ ദാൻ 10 ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും റൈറ്റിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തൊട്ട് താഴെയുള്ള എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി. 7 കമ്പയർ ചെയ്തു. എഗെയിൻ 6 എന്ന് പറയുന്നത് എന്താണ്? 7 ലെസ്സറാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? തേർഡ് ഈ ഫസ്റ്റ് ഇരിക്കുന്ന കാർഡുമായിട്ട് കമ്പയർ ചെയ്തു. അവിടുത്തെ എലമെൻറ്റ് ഏതാണ്? 3 ആണ്. ഇതിൻ്റെ എലമെൻറ്റ് ഏതാണ്? 6 ആണ്. അപ്പോൾ എന്താണ്? 6 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ എനിക്ക് ഏത് പൊസിഷനിലാണ് വെക്കാൻ പറ്റുക? ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്കാണ് വെക്കാൻ പറ്റുക. ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര കാർഡുണ്ട്? 4 കാർഡ്സാണ് ഉള്ളത്. ഈ 4 കാർഡും ഇപ്പോൾ എന്തിലായി? സോർട്ടഡായി. നോക്കിയാൽ 3, 6, 7, 10 4 കാർഡും സോർട്ടഡ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? എഗെയിൻ ടേക്ക് ദ നെക്സ്റ്റ് കാർഡ്. റൈറ്റ് ഹാൻഡ് കൊണ്ട് നെക്സ്റ്റ് കാർഡ് എടുത്തു. ഇനി ആദ്യം ആരുമായിട്ട് കമ്പയർ ചെയ്യണം? റൈറ്റ് മോസ്റ്റിലിരിക്കുന്ന ആളുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി 8 ആണ്. ആദ്യം ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്തു? 10 കമ്പയർ ചെയ്തു. 8 എന്ന് പറഞ്ഞാൽ എന്താ? ലെസ്സർ ദാൻ 10 ആണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് എവിടെ വെക്കാൻ പറ്റില്ല? ഈ ഒരു പൊസിഷനിലേക്ക് വെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? തൊട്ടടുത്ത എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു. തൊട്ടടുത്ത എലമെൻറ്റ് ഏതാണ്? 7 ആണ്. 8 ഈസ് ഗ്രേറ്റർ ദാൻ 7. അപ്പോൾ എനിക്ക് എവിടെ പ്ലേസ് ചെയ്യാം? ഈ ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ ഇവർ ആരുമായിട്ടെങ്കിലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 6 ഞാൻ കമ്പയർ ചെയ്തില്ല, 3 കമ്പയർ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? 8 ഈസ് ഗ്രേറ്റർ ദാൻ 7. 7 ഗ്രേറ്റർ ആണ് 8. ഈ കയ്യിലിരിക്കുന്നവരെല്ലാം സോർട്ടഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും 7 ലെസ്സർ ആയിട്ടുള്ള എലമെൻറ്റ് ഈ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരുമായിട്ടൊന്നും കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും കമ്പാരിസൺ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? റൈറ്റ് മോസ്റ്റ് പൊസിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എലമെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യാനിരിക്കുന്ന എലമെൻറ്റിലും ലെസ്സർ ആണെങ്കിൽ മാത്രമേ നമ്മൾ തൊട്ട് താഴോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് അവിടെ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പം നോക്കിയാൽ എൻ്റെ കയ്യിൽ മൊത്തം 5 കാർഡ്സാണ് ഉള്ളത്. അതെല്ലാം സോർട്ടഡ് ആണ്. 3, 6, 7, 8, 10. അപ്പോൾ എപ്പോഴും ഓർക്കുക, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്താണ്? എപ്പോഴും സോർട്ടഡ് ആണ്. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് കാർഡിനെ എടുത്തു. ഈ നെക്സ്റ്റ് കാർഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഞാൻ ആദ്യം 10 കമ്പയർ ചെയ്തു. 5 ഈസ് ലെസ്സർ ദാൻ 10. ലെസ്സർ ആയതുകൊണ്ട് തൊട്ട് താഴെയുള്ള ആളുമായിട്ട് കമ്പയർ ചെയ്യണം. 8 ആണ്. 5 ഈസ് ലെസ്സർ ദാൻ 8. എഗെയിൻ തൊട്ട് താഴെയുള്ള ആളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തു. 5 ഈസ് ലെസ്സർ ദാൻ 7. എഗെയിൻ 6 കമ്പയർ ചെയ്തു. 5 ഈസ് ലെസ്സർ ദാൻ 6. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? 3 കമ്പയർ ചെയ്തു. 5 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് എൻ്റെ കാർഡിനെ പ്ലേസ് ചെയ്തു. ഓക്കെ. ഇനി എഗെയിൻ ഞാൻ അടുത്ത കാർഡ് എടുത്തു. അടുത്ത കാർഡിൻ്റെ വാല്യൂ 9 ആണ്. അപ്പോൾ ആദ്യം ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യും? 10 കമ്പയർ ചെയ്യും. 9 ഈസ് ലെസ്സർ ദാൻ 10. പിന്നെ ഞാൻ എന്ത് ചെയ്യും? 8 കമ്പയർ ചെയ്യും. 9 ഈസ് ഗ്രേറ്റർ ദാൻ 8. ഓക്കെ. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് എൻ്റെ ഐറ്റത്തിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള കാർഡ്സ് എല്ലാം എപ്പോഴും എങ്ങനെയാണ്? സോർട്ടഡ് ആണ്. അപ്പോൾ ഞാൻ ഓരോ കാർഡ് വീതം എടുക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്ത് നോക്കണം? റൈറ്റ് ടു ലെഫ്റ്റ് ആണ് സെർച്ച് ചെയ്യേണ്ടത്. എപ്പോഴും മാത്രം സെർച്ചിങ് പോയാൽ മതി. എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് ഞാൻ കമ്പയർ ചെയ്യാൻ എടുത്ത കാർഡിലും ലെസ്സർ ആണ് മാത്രം തൊട്ട് താഴോട്ട് പോവുക. എപ്പോഴെങ്കിലും ഗ്രേറ്റർ ആയി കിട്ടിയാൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമുക്ക് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാം. ഇനി ഈ കാർഡ് നോക്കിയേ. ഈ കാർഡിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഞാൻ ആദ്യം 10 കമ്പയർ ചെയ്യും. 2 ഈസ് ലെസ്സർ. 9 കമ്പയർ ചെയ്യും. 2 ഈസ് ലെസ്സർ. ദെൻ 8, 7, 6, 5, 3 എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യും. ഈ ഫുൾ കമ്പാരിസൺ കഴിഞ്ഞ് കഴിയുമ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ 2ൻ്റെ പൊസിഷൻ ഏതാണ്? വെരി ബിഗിനിങ് ആണ്. ഫസ്റ്റ് പൊസിഷനിലേക്ക് വേണം ഞാൻ ഈ ഐറ്റത്തിനെ പ്ലേസ് ചെയ്യാൻ. എഗെയിൻ ലാസ്റ്റ് കാർഡാണ്. ഇതിൻ്റെ വാല്യൂ 4 ആണ്. ഞാൻ 10 കമ്പയർ ചെയ്യും. 9, 8, 7, 6, 5, 3 വരെ കമ്പയർ ചെയ്യും. ഓക്കെ. 3 ആയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് അതിനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർഡിനെ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ കാർഡ് വീതം നോക്കുക.
ഇങ്ങനെ കമ്പയർ ചെയ്യുക, നമ്മൾ എന്നിട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും കാർഡ് പ്ലേ ചെയ്യുമ്പോൾ എലമെൻറ്റ്സിനെ പ്ലേസ് ചെയ്യുന്നത്. ഇതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഈ ഇൻസേർഷൻ സോർട്ടിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇൻസേർഷൻ പല അൽഗോരിതംസ് തമ്മിൽ കൺഫ്യൂഷൻ വരല്. ഇൻസേർഷൻ സോർട്ട് ചോദിച്ചാൽ ഇൻസേർഷൻ സോർട്ടിൻ്റെ ലോജിക്ക് തന്നെ എഴുതണം, സെലക്ഷൻ സോർട്ട് ചോദിച്ചാൽ അതിൻ്റെ ലോജിക്ക് തന്നെ എഴുതണം. സോർട്ടാണെന്നും പറഞ്ഞ് എല്ലാം ഒരുപോലെ അല്ല, ഓരോ അൽഗോരിതത്തിനും ഓരോ ലോജിക്കാണ്. അപ്പോൾ ഇൻസേർഷൻ സോർട്ട് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, കാർഡ് ഇൻസേർഷൻ, കാർഡ് എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം നിങ്ങൾ ഈ അൽഗോരിതം പഠിക്കാനും ഓർത്ത് വെക്കാനും. അപ്പം ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം എപ്പോഴും ഓർക്കാൻ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള കാർഡ്സ് എല്ലാം സോർട്ടഡ് ആണ്. എത്ര എലമെൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അത്ര എലമെൻറ്റ്സ് സോർട്ടഡ് ആണ്. ഓക്കെ, ഓരോ കാർഡ് എടുക്കുമ്പോഴും നമ്മൾ എവിടെ തൊട്ട് സെർച്ച് ചെയ്ത് തുടങ്ങണം, റൈറ്റ് മോസ്റ്റുമായിട്ട് തൊട്ടാണ് കമ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. എവിടെയാണോ ലെസർ ആവുന്നുണ്ടെങ്കിൽ മാത്രം കമ്പാരിസൺ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ വെച്ച് കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അൽഗോരിതത്തിൻ്റെ ലോജിക്ക്. ഇനി നമുക്ക് അൽഗോരിതം എന്താണെന്ന് നോക്കാം. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ അൽഗോരിതം യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇവരെയാണ് എനിക്ക് സോർട്ട് ചെയ്യേണ്ടത്, 9 6 5 0 7 3 2. ഓക്കെ, ഇത്രയാണ് എൻ്റെ എലമെൻറ്റ്സ്. ഇനി എൻ്റെ അൽഗോരിതം എവിടെ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് നോക്കിയാൽ, ഫോർ j = 2 to a ഡോട്ട് ലെങ്ത്. അപ്പം ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന അരേ. ഈ അരയിലാണ് ഞാൻ ഈ സോർട്ടിങ് അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഏത് സോർട്ടിങ് അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഇൻസേർഷൻ സോർട്ടാണ്. അപ്പോൾ ഇൻസേർഷൻ സോർട്ടിൽ എന്താണ്, ഞാൻ ഫസ്റ്റ് എലമെൻ്റ് എടുത്തില്ലേ, കമത്തി വെച്ചതിനകത്തുനിന്ന് ഫസ്റ്റ് എലമെൻ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എലമെൻ്റ് ഈസ് ട്രിവിയലി സോർട്ടഡ്. ഫസ്റ്റ് എലമെൻ്റ് എന്താ, ആരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനില്ല, ഫസ്റ്റ് എലമെൻ്റ് ട്രിവിയലി സോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൂപ്പ് j = 2 തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ്, ആദ്യത്തെ എലമെൻ്റ് ട്രിവിയലി സോർട്ടഡ് എന്ന് നമ്മളങ്ങ് എടുക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും അൽഗോരിതം എവിടെ നിന്നേ തുടങ്ങുന്നുള്ളൂ, j = 2, അതായത് സെക്കൻഡ് ഇൻഡീസസ് തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. അപ്പം ഫസ്റ്റ് എലമെൻ്റ് നമ്മൾ എങ്ങനെ എടുക്കുകയാണ്, ട്രിവിയലി സോർട്ടഡ് ആണെന്ന് എടുക്കുക. ഇനി നോക്കിയേ, j = 2 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ j = 2. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, കീ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, കീ = a of j. അപ്പം ഞാൻ എന്താ ചെയ്തത്, എൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട്, പിക്കപ്പ് ദ നെക്സ്റ്റ് കാർഡ്. ഞാൻ രണ്ടാമത്തെ കാർഡിനെ എടുത്തല്ലേ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ കാർഡിനെ ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ ജെയുടെ വാല്യൂ 2 ആണ്, ആ രണ്ടാമത്തെ കാർഡിനെ ഞാൻ എന്ത് ചെയ്തു, ഇനി എടുത്തു. അപ്പോൾ എന്താ, 6 എന്ന് പറയുന്ന ഈ എലമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്തു, കീയിലേക്ക് എടുത്തു. ഓക്കെ, അതായത് രണ്ടാമത്തെ കാർഡിനെ ഞാൻ എടുത്തു റൈറ്റ് ഹാൻഡ് കൊണ്ട്. ഇനി ഞാൻ അതിനെ ലെഫ്റ്റ് ഹാൻഡിൽ പ്ലേസ് ചെയ്യണം, വേണ്ടേ, ഒന്നെങ്കിൽ അത് ഇവിടെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, കമ്പയർ ചെയ്താണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത കമ്പാരിസനാണ് നമുക്ക് ചെയ്യേണ്ടത്. ആരുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, തൊട്ട് പുറകിലുള്ള എലമെൻറ്റുമായിട്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന ജെയുടെ വാല്യൂ ഇതാണ്, 6 നമ്മൾ എടുത്തു വെച്ചേക്കുക. ഈ 6നെ നമ്മൾ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, തൊട്ട് പുറകിലുള്ള എലമെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം തൊട്ട് പുറകിലുള്ള എലമെൻറ്റിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഐയുടെ വാല്യൂ j - 1 ആക്കി. അപ്പോൾ ജെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഐ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യും, ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഐ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കണം അല്ലേ. 9ഉം 6 കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം 9ഉം 6 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ, 6 ഈസ് ലെസർ ദാൻ 9. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുവാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 3 ആണ്, ഞാൻ എടുത്ത കാർഡ് 2 ആണ്. അപ്പം ഞാൻ കമ്പയർ ചെയ്തല്ലേ, 3ഉം 2 കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ഈ 2വിനെ എവിടെ വേണം പ്ലേസ് ചെയ്യാൻ, ആദ്യമായിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ആദ്യമായിട്ട് പ്ലേസ് ചെയ്യാൻ നിലവിൽ എൻ്റെ ഒരു കാർഡേ ഉള്ളൂ. ഈ ഒരു കാർഡിനെ എനിക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ, ഇപ്പം നിലവിൽ ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആളെ സെക്കൻഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്തിട്ട് വേണം ഈ കാർഡിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, എന്നാലേ ഇത് രണ്ടും സോർട്ടഡ് ആവത്തുള്ളൂ. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ എന്താണ്, 6 ഈസ് ലെസർ ദാൻ 9. നോക്കിക്കേ, വൈൽ ഐ ഗ്രേറ്റർ ദാൻ 0, യെസ് ഐയുടെ വാല്യൂ 1 ആണ്, ആൻഡ് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ. എ ഓഫ് ഐയുടെ വാല്യൂ എന്താണ്, 9. അപ്പം 9 ഗ്രേറ്റർ ദാൻ കീ 6. ഈ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. ഈ കണ്ടീഷൻ ട്രൂ ആണ്, എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എ ഓഫ് ഐ + 1 = എ ഓഫ് ഐ. അതായത് എ ഓഫ് ith പൊസിഷനിലിരിക്കുന്ന ആളെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം, i + 1th പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പോൾ എ ഓഫ് ഐ + 1 എന്ന് പറഞ്ഞാൽ എന്താവും, ഐയുടെ വാല്യൂ 1 ആണ്, 1 + 1 വരും, 2 വരും. അപ്പോൾ എ ഓഫ് 2ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എ ഓഫ് 1ലിരിക്കുന്ന ആളെ മൂവ് ചെയ്യണം. അതായത് 9നെ ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഐ = i - 1. ഐയുടെ വാല്യൂ നിലവിൽ 1 ആണ്, ഐയുടെ വാല്യൂ നമ്മൾ റീസെറ്റ് ചെയ്യുവാണ്, 1 - 1 അതായത് 0. ഐ = 0 ആയി.
ഇനി നമ്മൾ വീണ്ടും ലൂപ്പാണ്, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. വൈൽ I greater than 0. ഇവിടെ എന്തായി? I equal to 0 ആണ്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ ഓരോ കാർഡ് എടുക്കുക അല്ലേ, നമുക്ക് എന്തോരം കാർഡ് ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻസ് അല്ല, നമ്മുടെ കയ്യിലെടുത്ത എത്ര കാർഡ് ഉണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നോക്കണ്ടേ. അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഈ 2 കാർഡേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിനി കമ്പയർ ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി എന്താ ചെയ്തേ? A of I plus 1 equal to key. A of I plus 1 പൊസിഷനിലേക്ക്. അപ്പോൾ A of Iയുടെ വാല്യൂ എന്തായി? 0 ആണ്. I plus 1 എന്ന് പറയുമ്പോൾ എന്താവും? A of 1 ആവും. A of 1ലേക്ക് ഞാൻ എന്ത് അസൈൻ ചെയ്തു? കീ അസൈൻ ചെയ്തു. കീയുടെ വാല്യൂ എത്രയാണ്? 6. അപ്പോൾ ഇവിടെ 9 മാറി എന്താകും? 6 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 2 എലമെൻറ്റ്സ് സോർട്ടഡായി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാനൊരു കാർഡ് എടുത്തു, ഒരു കാർഡ് എൻ്റെ ട്രിവിയലി സോർട്ടഡ് ആണ്. ദെൻ നെക്സ്റ്റ് കാർഡ് എടുത്തു, ഞാൻ കമ്പയർ ചെയ്തു, പ്ലേസ് ചെയ്തു. അപ്പോൾ എന്തായി? ഈ 2 കാർഡ്സും എന്തായി? സോർട്ടഡ് ആയിട്ട് മാറി. 2ഉം 3ഉം ആണ്. ഈ 2 കാർഡും സോർട്ടഡായി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഈ 2 കാർഡും സോർട്ടഡായി. അപ്പം ജെയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെയാണ് പോകേണ്ടത്? 2 to A ഡോട്ട് ലെങ്ത് വരെയാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ ജെയുടെ വാല്യൂ ഇപ്പോൾ നിലവിൽ 2ലാണ്. വീണ്ടും ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ജെയുടെ വാല്യൂ എന്താവും? ഇവിടെയാവും. ഇനി ഞാൻ എന്ത് ചെയ്തു? പിക്കപ്പ് ദാറ്റ് എലമെൻറ്റ്. ഈ എലമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്യണം? എടുത്തു വെക്കണം. എങ്ങോട്ട് എടുത്തു വെച്ചു? കീയിലേക്ക് എടുത്തു വെച്ചു. എന്നാലേ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3rd പൊസിഷനിലിരിക്കുന്ന ആളെ ഞാൻ എന്ത് ചെയ്തു? കീയിലേക്ക് എടുത്തു വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ് ഇവിടെ ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഈ എലമെൻറ്റിനെ റൈറ്റ് മോസ്റ്റ് തൊട്ട് കമ്പയർ ചെയ്യണം. ആദ്യം ഞാൻ 9ഉം 5ഉം കൂടെ കമ്പയർ ചെയ്തു. 5 ഈസ് ലെസർ ദാൻ 9 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐ ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടെ ജെയുടെ വാല്യൂ 3 ആണ്. ഐ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? J-1ലേക്കാണ്. അപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ വരും. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. A of I ഗ്രേറ്റർ ദാൻ കീ ആണോ നോക്കി. A of Iയുടെ വാല്യൂ 9 ഗ്രേറ്റർ ദാൻ കീ. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? I plus 1 പൊസിഷനിലേക്ക് ഐയിലിരിക്കുന്ന വാല്യൂവിനെ മാറ്റണം. അതായത് 9നെ ഞാൻ എങ്ങോട്ട് സേവ് ചെയ്തു? ഇങ്ങോട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പേസ് കിട്ടി. വേണമെങ്കിൽ ഈ പ്ലേസിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് പുറകിലിരിക്കുന്ന ആളുമായിട്ടൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ ഐയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് റെഡ്യൂസ് ചെയ്തു. എഗെയിൻ ഞാൻ 6ഉം 5ഉം കൂടെ കമ്പയർ ചെയ്തു. എഗെയിൻ എന്താണ്? 5 ഈസ് ലെസർ ദാൻ 6. അപ്പോൾ ഞാൻ ഈ 6നെ എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു? ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. ഐയുടെ വാല്യൂ എങ്ങോട്ട് സെറ്റാവും? 0യിലേക്ക് സെറ്റാവും. 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. എന്ത് ചെയ്യണം? A of I plus 1 പൊസിഷനിലേക്ക് കീനെ ആഡ് ചെയ്യണം. അപ്പോൾ A of I plus 1 എന്ന് പറഞ്ഞാൽ എന്താ? ഐയുടെ വാല്യൂ നിലവിൽ 0 അല്ലേ. 0 plus 1 എന്ന് പറയുന്നത് 1. അപ്പോൾ A of 1ലേക്ക് ഞാൻ എന്ത് അസൈൻ ചെയ്യും? കീനെ അസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ആദ്യത്തെ 3 കാർഡ് സോർട്ടഡായി. 5, 6, 9. എഗെയിൻ ജെ എവിടെ പോയിൻ്റ് ചെയ്യണം? ജെ ഇവിടെയായിരുന്നു. ജെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെ ഇവിടെയാകും. ഇനി പിക്കപ്പ് ദ കാർഡ്. ഞാൻ എന്ത് ചെയ്തു? കീയിലേക്ക് ആ വാല്യൂവിനെ എടുത്തു വെച്ചു. 0യെ എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് 0 ഇവിടെ ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഓരോരുത്തരെ വീതം കമ്പയർ ചെയ്തു. ഞാൻ ആദ്യം ഇവിടെ പോയിൻ്റ് ചെയ്തു. 9ഉം 0യും കമ്പയർ ചെയ്തു. 0 ഈസ് ലെസർ ദാൻ 9. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? I plus 1 പൊസിഷനിലേക്ക് മാറ്റി. 9നെ ഇങ്ങോട്ട് മാറ്റി. ഇനി ഇവിടെ വെക്കാൻ പറ്റുമോ എന്ന് അറിയണം. ഞാൻ എന്ത് ചെയ്യണം? തൊട്ട് പുറയിലുള്ള എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. 6ഉം 0യും ഞാൻ കമ്പയർ ചെയ്തു. എഗെയിൻ 0 ഈസ് ലെസർ. അപ്പോൾ ഞാൻ 6നെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എഗെയിൻ ഞാൻ 5ഉം 0യുടെ കമ്പയർ ചെയ്തു. 0 ഈസ് ലെസർ. അപ്പോൾ ഞാൻ 5നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്താകും? 0യിലേക്ക് മാറും. ഇനി 0 plus 1 പൊസിഷനിലേക്ക് ഞാൻ എന്തിനെ അസൈൻ ചെയ്തു? കീനെ അസൈൻ ചെയ്തു. അപ്പോൾ 0 ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് സോർട്ടഡായി. 0, 5, 6, 9. ഇത്രയും എലമെൻറ്റ്സ് സോർട്ടഡായി. എഗെയിൻ ജെ എവിടെ വരും? ഇവിടെ വരും. കീയിലേക്ക് ഞാൻ എന്തിനെ എടുത്ത് വെക്കണം? 7നെ എടുത്ത് വെക്കണം. ഇനി ഞാൻ എന്ത് ചെയ്തു? ഐ ഇവിടെ പോയിൻ്റ് ചെയ്യും. ഓരോന്നിനെ വീതം കമ്പയർ ചെയ്യും. ആദ്യം ഞാൻ കീയും ഐയും കൂടെ കമ്പയർ ചെയ്യും. 7 ഈസ് ലെസർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ 9നെ മുമ്പോട്ട് മാറ്റും. അപ്പോൾ 9നെ ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റും. ഇനി ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യും? 6ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യും. ഇവിടെ നമ്മൾ 6ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? 7 ഈസ് ഗ്രേറ്റർ ദാൻ 6. 7 ഈസ് ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോരാ അല്ലേ. എന്തുകൊണ്ട്? A of I ഗ്രേറ്റർ ദാൻ കീ ആണോ എന്നാണ് നോക്കുന്നത്. ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ കീ ആണ്.
കീ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, i+1 പൊസിഷനിലേക്ക് കീനെ സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. i+1 പൊസിഷൻ ആകുമ്പോൾ എന്ത് വരും, ഈ ഒരു പൊസിഷൻ വരും. ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 7നെ ആഡ് ചെയ്യാം. ഇവരെ ആരെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയോ ഇല്ല. കീ 6ലും ഗ്രേറ്റർ ആണെങ്കിൽ ഷുവർലി ഈ 2 എലമെൻറ്റിലും ഗ്രേറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളവരെല്ലാവരും സോർട്ടഡ് ആണ് ഓൾറെഡി. നമ്മൾ അങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റിനെ എടുത്ത് എക്സാക്ട് പൊസിഷനിൽ വെച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആണെങ്കിൽ പിന്നെ പുറകോട്ടോ ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും എന്ത് തന്നെ ആയിരിക്കും, സോർട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എലമെൻറ്റ്സ് സോർട്ടഡ് ആയി. ഇനി നമ്മൾ ജെ വാല്യൂ എന്ത് ചെയ്തു, 1 ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെ ഇവിടെയായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, കീയിലേക്ക് ആ പർട്ടിക്കുലർ എലമെൻറ്റിനെ പ്ലേസ് ചെയ്തു. കീ = 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം, i ഇവിടെ ആദ്യം പ്ലേസ് ചെയ്യണം. 9ഉം 3യുടെ കമ്പയർ ചെയ്യണം. 3 ഈസ് ലെസ്സർ. അപ്പോൾ ഞാൻ 9നെ എങ്ങോട്ട് മൂവ് ചെയ്തു, ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. ഇനി എഗെയിൻ 7ഉം 3യുടെ കമ്പയർ ചെയ്യണം. 3 ഈസ് ലെസ്സർ. ഞാൻ 7നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എഗെയിൻ 6ഉം 3യുടെ കമ്പയർ ചെയ്തു. 3 ഈസ് ലെസ്സർ. അപ്പോൾ ഞാൻ 6നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 5ഉം 3യുടെ കമ്പയർ ചെയ്തു. 3 ഈസ് ലെസ്സർ. ഞാൻ 5നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എഗെയിൻ 0ഉം 3യും കൂടെ കമ്പയർ ചെയ്തു. അപ്പം എൻ്റെ i ഇവിടെ ഇരിക്കും അല്ലേ. 0ഉം 3യുടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ, കീ ഈസ് ഗ്രേറ്റർ ദാൻ i. കീ ഈസ് ഗ്രേറ്റർ ദാൻ i ആകുമ്പോൾ എന്താ, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോലും നേരെ ഇവിടെ വരും a of i+1ലേക്ക്. അതായത് 1+1 i+1 എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷൻ വരും. 1+1 2. അതിലേക്ക് ഞാൻ എന്താ അസൈൻ ചെയ്യും, 3 അസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പാസ് കഴിഞ്ഞപ്പോൾ എന്തായി, എൻ്റെ ഇത്രയും എലിമെൻറ്റ്സ് സോർട്ടഡ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്തു, ജെയുടെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെ എന്താവും, ഈ ഒരു പൊസിഷനിലേക്കാവും. പിക്കപ്പ് ദാറ്റ് കാർഡ് ഞാൻ എന്ത് ചെയ്തു, എടുത്തു വെച്ചു. 2. ഇനി എന്താണ്, കമ്പയർ ചെയ്യണം അല്ലേ. ആദ്യം 2ഉം 9ഉം കൂടെ കമ്പയർ ചെയ്തു. 9 ഈസ് ഗ്രേറ്റർ. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എഗെയിൻ 7ഉം 2 കൂടെ കമ്പയർ ചെയ്തു. 7 ഈസ് ഗ്രേറ്റർ. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 6ഉം 2 കൂടെ കമ്പയർ ചെയ്തു. 6 ഈസ് ഗ്രേറ്റർ. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 5ഉം 2 കൂടെ കമ്പയർ ചെയ്തു. 5 ഈസ് ഗ്രേറ്റർ. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എഗെയിൻ 3ഉം 2ഉം കൂടെ കമ്പയർ ചെയ്തു. 3 ഈസ് ഗ്രേറ്റർ. ഞാൻ 3നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 0ഉം 2ഉം കൂടെ ഞാൻ കമ്പയർ ചെയ്തു. ഇവിടെ എന്താ, 2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അന്നേരം നമ്മൾ എന്താ, അവിടെ പിന്നെ കമ്പാരിസൺ ഇല്ല. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്തു. 0 2 3 5 6 7 9. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇൻസേർഷൻ സോർട്ടിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഓരോ കാർഡ് വീതം എടുക്കുക, നമ്മൾ തൊട്ട് പുറയിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ എടുത്തു വെച്ച എലമെൻറ്റ് ലെസറാണ്, നമ്മൾ കമ്പയർ ചെയ്ത എലമെൻറ്റിൽ ലെസറാണ് മാത്രം ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമ്മുടെ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇൻസേർഷൻ സോർട്ടിൻ്റെ ലോജിക്ക്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇൻസേർഷൻ സോർട്ടിൻ്റെ ലോജിക്ക്. ഇനി ഈ ഇൻസേർഷൻ സോർട്ടിൻ്റെ കോംപ്ലെക്സിറ്റി എന്താണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമുക്കറിയാം എല്ലാ അൽഗോരിതത്തിൻ്റെ കോംപ്ലെക്സിറ്റീസും എന്താണ്. നമുക്ക് ബെസ്റ്റ് കേസ് കോംപ്ലെക്സിറ്റി ഉണ്ട്, വേഴ്സ്റ്റ് കേസ് കോംപ്ലെക്സിറ്റി ഉണ്ട്, ആവറേജ് കേസ് കോംപ്ലെക്സിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു അൽഗോരിതത്തിൻ്റെ കോംപ്ലെക്സിറ്റീസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് ആദ്യം നമുക്ക് വേഴ്സ്റ്റ് കേസ് കോംപ്ലെക്സിറ്റി നോക്കാം. വേഴ്സ്റ്റ് കേസ് കോംപ്ലെക്സിറ്റി ഈ അൽഗോരിതത്തിൻ്റെ എന്താണെന്ന് നോക്കാം. അപ്പം ഞാനൊരു ലിസ്റ്റ് എടുക്കുവാണ്. ഇതെനിക്ക് എ എന്ന് പറഞ്ഞൊരു അരയാണ്. 1 2 3 4 ഇത്ര എലമെൻറ്റ്സ് എനിക്കുള്ളത്. ഞാൻ സം എൻട്രീസ് ഫില്ല് ചെയ്യുവാണ്. 25 23 20 15 10 ഇതാണ് എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, സോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി സോർട്ടഡ് ലിസ്റ്റാണ്. എങ്ങനെയാണ്, ഡിസെൻഡിങ് ഓർഡർലി സോർട്ടഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നമുക്കിതിനെ ഒന്ന് സോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എവിടെ തൊട്ടാണ് തുടങ്ങേണ്ടത്, ജെ ഈക്വൽ ടു ഇവിടെ നിന്നാണ് അല്ലേ. നമുക്ക് ഇൻഡെക്സ് കൊടുക്കാം 1 2 3 4 5. നമുക്ക് എന്ത് ചെയ്യണം, ജെ ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. ഇനിഷ്യലി ജെയുടെ വാല്യൂ 2. അപ്പോൾ നമുക്ക് കമ്പാരിസൺസും ഉണ്ട്, മൂവ്മെൻറ്റ്സും ഉണ്ട് അല്ലേ. 2 ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. കമ്പാരിസണും ചെയ്യണം, മൂവ്മെൻറ്റും ചെയ്യണം, 2 ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ജെ ഈക്വൽ ടു 2-ൽ നോക്കാം. ജെ ഈക്വൽ ടു 2-ൽ എത്ര കമ്പാരിസണും എത്ര മൂവ്മെൻറ്റും വേണം നോക്കാം. അപ്പോൾ ആദ്യം ഏത് എലമെൻ്റ് എടുക്കണ്ടേ, 23 എന്ന് പറയുന്ന എലമെൻ്റ് അല്ലേ. നമ്മൾ ലോജിക്ക് എന്താ പറയുന്നത്, കീയിലേക്ക് ആ എലമെൻറ്റിനെ എടുത്തു വെക്കുക. അപ്പോൾ 23 അവിടെ നിന്ന് മാറി എങ്ങോട്ട് പോയി, ഈ ഒരു പൊസിഷനിലേക്ക് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം അല്ലേ. 23യും
25 കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു കമ്പാരിസൺ ആയല്ലേ. അപ്പോൾ ഫസ്റ്റ് കമ്പാരിസൺ. ഇനി കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് 23 ഈസ് ലെസർ ദാൻ 25. അപ്പോൾ നമ്മൾ ഇതാണ് 23 വെക്കേണ്ട എക്സാക്ട് പൊസിഷൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി 25 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വെക്കണമെങ്കിൽ 25നെ ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് നടത്തി. ഞാൻ 25നെ ഇവിടെ വെച്ചു, 23നെ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പം ജെയുടെ വാല്യൂ 2-ൽ 1 കമ്പാരിസണും നടത്തി, 1 മൂവ്മെൻറ്റും നടത്തി. ഇനി നമുക്ക് ജെയുടെ വാല്യൂ 3-ൽ നോക്കാം. ജെ ഈക്വൽ ടു 3, അതായത് ജെയുടെ വാല്യൂ ഇതാണ്. ജെ ഈസ് ഈക്വൽ ടു 3. നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂവിനെ ആദ്യം എടുത്തു വെക്കണം. 20യെ ഞാനിവിടെ എടുത്തു വെച്ചു, 20 ഇവിടെ ഇല്ല. ഞാൻ ആദ്യം ആരുമായിട്ട് കമ്പയർ ചെയ്തു? 20യും 25ആയിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പോൾ 25 ഈസ് ഗ്രേറ്റർ ദാൻ 20. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? 25നെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു കമ്പാരിസൺ ജെ ഈക്വൽ ടു 3 ഞാൻ ഫസ്റ്റ് കമ്പാരിസൺ നടത്തി. ആരുമായിട്ട്? 20യും 25ആയിട്ട് കമ്പാരിസൺ നടത്തി. കമ്പാരിസൺ നടത്തിയപ്പോൾ 25 ഗ്രേറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഞാൻ ഒരു മൂവ്മെൻറ്റ് നടത്തി, അതായത് 25നെ ഞാൻ ഈ ഒരു പ്ലേസിലേക്ക് പ്ലേസ് ചെയ്തു. എഗെയിൻ വീണ്ടും അടുത്ത കമ്പാരിസൺ നടത്തണം അല്ലേ. ആരുമായിട്ട് കമ്പയർ ചെയ്തു? 20യും 23യുടെ കമ്പയർ ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു കമ്പാരിസണൂടെ ഞാൻ നടത്തി. എനിക്ക് മനസ്സിലായി 23 ഈസ് ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു മൂവ്മെൻറ്റ് കൂടെ നടത്തി. 23നെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, 20നെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു 3-ൽ 2 കമ്പാരിസണും ഞാൻ നടത്തി, 2 മൂവ്മെൻറ്റും നടത്തി. ഇനി നോക്കാം ജെ ഈസ് ഈക്വൽ ടു 4-ൽ എന്താ ചെയ്യുന്നതെന്ന്. ജെയുടെ വാല്യൂ എവിടെയായി? ഇവിടെയായി. ഇതാണ് നമ്മുടെ ജെ. കീയിലേക്ക് ഞാൻ എന്തിനെ അസൈൻ ചെയ്തു? 15നെ അസൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് 15 ഇവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ആദ്യം 15ഉം 25ആയിട്ട് കമ്പയർ ചെയ്തു അല്ലേ. ഫസ്റ്റ് കമ്പാരിസൺ നടത്തി. 25 ഈസ് ഗ്രേറ്റർ ദാൻ 15. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം അല്ലേ. ഒരു മൂവ്മെൻറ്റ് നടത്തി. അപ്പോൾ 25 ഇവിടെ വന്നു, ഇവിടെ വന്നു. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? 23യും 15ഉം കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കമ്പാരിസണായി 23 ഈസ് ഗ്രേറ്റർ ദാൻ 15. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പോൾ 23നെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ എത്ര മൂവ്മെൻറ്റ് നടത്തി? ഒരു മൂവ്മെൻറ്റ് കൂടെ നടത്തി. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? 15ഉം 20യും കൂടെ കമ്പയർ ചെയ്യണം. എഗെയിൻ 20 ഈസ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ ഞാൻ ഒരു കമ്പാരിസൺ കൂടെ നടത്തി, ഒരു മൂവ്മെൻറ്റ് കൂടെ നടത്തി. 20നെ ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചു, 15നെ ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ജെ ഈക്വൽ ടു 4-ൽ ഞാൻ 3 കമ്പാരിസണും നടത്തി, 3 മൂവ്മെൻറ്റും നടത്തി. എഗെയിൻ ജെയുടെ വാല്യൂ ഞാൻ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുവാണ്. ജെയുടെ വാല്യൂ ഇവിടെയായി. ഇനി ആ പർട്ടിക്കുലർ പൊസിഷനിലിരിക്കുന്ന വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു? കീയിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 10 വന്നു. കീയുടെ വാല്യൂ എന്തായി? 10 ആയി. ഇനി നമുക്ക് നോക്കാം എത്ര കമ്പാരിസണും എത്ര മൂവ്മെൻറ്റ്. അപ്പോൾ ജെയുടെ വാല്യൂ 5-ലാണ് നമുക്കിനി നോക്കണ്ടേ. ആദ്യം 10ഉം ഇതിവിടെ ഇല്ല, 10ഉം 25ഉം കൂടെ കമ്പയർ ചെയ്തു. ഫസ്റ്റ് കമ്പാരിസൺ ഗ്രേറ്റർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 25നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ എത്ര മൂവ്മെൻറ്റ് നടത്തി? ഒരു മൂവ്മെൻറ്റ് നടത്തി. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? 10ഉം 23യും കൂടെ കമ്പയർ ചെയ്തു. നെക്സ്റ്റ് കമ്പാരിസൺ 23നെ ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്തു? ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. എത്ര മൂവ്മെൻറ്റ് നടത്തി? 1 മൂവ്മെൻറ്റ് നടത്തി. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? 10ഉം 20യും കൂടെ കമ്പയർ ചെയ്തു. ഫസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തി. 20നെ ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യണം? ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഒരു മൂവ്മെൻറ്റും നടത്തി. അപ്പോൾ 20 ഇവിടെ വന്നു. ഇനി എഗെയിൻ ഞാൻ 10ഉം 15ഉം കൂടെ കമ്പയർ ചെയ്തു. 15 ഈസ് ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഞാൻ ഒരു കമ്പാരിസണൂടെ നടത്തണം, ഒരു മൂവ്മെൻറ്റ് കൂടെ നടത്തണം, +1. ഞാൻ 10നെ ഇവിടെ സേവ് ചെയ്തു. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാന്ന് വിചാരിക്കുക. ഇത് നമുക്കിപ്പോൾ 5 എലമെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ലിസ്റ്റ് സോർട്ടഡായി 10, 15, 20, 23, 25. ഇനി ജെയുടെ വാല്യൂ n ആണെന്ന് വിചാരിക്കുക. ജെയുടെ വാല്യൂ n ആണെങ്കിൽ എത്ര കമ്പാരിസണും എത്ര മൂവ്മെൻറ്റും നടത്തണം. ഇങ്ങനെ ഒരു പാറ്റേൺ ആട്ടോ. ഈ പാറ്റേൺ ഞാൻ എങ്ങനെയായിരുന്നു? ഡിസെൻഡിങ് ഓർഡറിലായിരുന്നു ലിസ്റ്റ് ആദ്യമേ എടുത്തിരുന്നത്. അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജെയുടെ വാല്യൂ എന്നിൽ എന്താ സംഭവിക്കുക നോക്കിയേ. ഇനി ഈ പാറ്റേൺ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ എന്താ? ജെ ഈക്വൽ ടു 2-ൽ എത്ര കമ്പാരിസണും എത്ര മൂവ്മെൻറ്റും വന്നു? 2 അല്ലേ. ടോട്ടൽ 2 വന്നു. ഇവിടെ ജെ ഈക്വൽ ടു 3-ൽ ഇവിടെയും 2 വന്നു, ഇവിടെയും 2 വന്നു. ഞാൻ അതിനൊന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. ഇവിടെയും 2, ഇവിടെയും 2. ഇനി ജെ ഈസ് ഈക്വൽ ടു 4-ൽ 3 കമ്പാരിസൺ 3 മൂവ്മെൻറ്റ്. ജെ ഈസ് ഈക്വൽ ടു 4-ൽ 4 കമ്പാരിസൺ 4 മൂവ്മെൻറ്റ്സ്. ഓക്കെ, അങ്ങനെ പോയാൽ ഇവിടെ നോക്കിയാൽ ഒന്ന് പുറകില്ല. ജെ ഈക്വൽ ടു 2 ആകുമ്പോൾ 1 കമ്പാരിസൺ 1 മൂവ്മെൻറ്റ്. ജെ ഈക്വൽ ടു 3-ൽ 2 കമ്പാരിസൺ 2 മൂവ്മെൻറ്റ്. ജെ ഈക്വൽ ടു 4-ൽ 3 കമ്പാരിസൺ 3 മൂവ്മെൻറ്റ്. അങ്ങനെ പോയാൽ ജെ ഈക്വൽ ടു n-ൽ എന്ത് വരും? n-1 കമ്പാരിസൺ ഒന്ന് പുറകിൽ.
എന്നിനേക്കാളും ഒരെണ്ണം കുറവ്. അപ്പോൾ n-1 കമ്പാരിസണും n-1 മൂവ്മെൻറ്റ്സും വരും. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? n-1 പ്ലസ് n-1 എന്നുള്ളത് നമുക്ക് 2n-1 എന്ന് എഴുതാം അല്ലേ? ഇത് 2n-1 ആകും. ഇനി ഇതിനെല്ലാം നമുക്ക് അങ്ങനെ 2ൻ്റെ പവറിലേക്ക് എഴുതുകയാണ് ഞാൻ. ഇവിടെ നോക്കിയേ 2 × 1. 2 × 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 ആ വരുന്നത്. അതുകൊണ്ട് ഞാൻ 2 × 1 എന്ന് എഴുതിയേ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 × 2 എന്ന് എഴുതാം. എന്ത് തന്നെയാണ്? 4 ആണ്. 2 + 2 4 ആണ്. 2 × 2 എന്ന് എഴുതിയാലും 4 തന്നെയാണ്. ഇവിടെ 3 + 3 ആണ്, 6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 × 3 എന്ന് വേണേലും എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 എന്ന് എഴുതാം. അപ്പം ഇതിൻ്റെ സമ്മായിരിക്കും നമ്മുടെ കോംപ്ലക്സിറ്റി, അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്? 2 × 1 + 2 × 2 + so on + 2 × n-1 എന്ന് എഴുതാം. ഇതെല്ലാം കൂടെ ചുമ്മാ ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തെല്ലാം എന്തുണ്ട്? 2 കോമൺ ആണ്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള 2നെ നമുക്കിങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 2 + 3 + so on + n-1 എന്ന് എഴുതാം. ഓക്കെ. ഇനി 2 × ഇത് 1 + 2 + 3 + so on + n-1 എന്ന് പറയുന്നത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? n × n-1/2 എന്ന് എഴുതാം. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n × n-1/2 ആയിരിക്കും. അപ്പോൾ n × n-1/2 ആണ്. നമ്മൾ ഈ ഇതിന് പകരം n × n-1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 2 × n² - n / 2. ഇനി നമുക്കിതിൻ്റെ കോംപ്ലക്സിറ്റി ആണല്ലേ, വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്ന ഒരു പോളിനോമിയലാണ് അല്ലേ. 2n² - 2n/2 എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. അപ്പോൾ എപ്പോൾ ഒരു പോളിനോമിയൽ തന്നാലും അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? n² ആണ്. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി, വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിഗ് O ഓഫ് n² ആണ്. അതായത് ഇൻസേർഷൻ സോർട്ടിൻ്റെ വേസ്റ്റ് കേസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ലിസ്റ്റ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്. നമുക്ക് അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. നമുക്ക് സോർട്ടിങ് ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിലാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് ഡിസെൻഡിങ് ഓർഡറിൽ ആണെങ്കിൽ അതായിരിക്കും ഇൻസേർഷൻ സോർട്ടിൻ്റെ മാക്സിമം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? ബിഗ് O ഓഫ് n² ആയിരിക്കും. ഓക്കെ. എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓരോ രീതിയിലുള്ള കമ്പാരിസൺ എഴുതിയിട്ട് ഞാൻ ഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ബിഗ് O ഓഫ് n². ഇനി നമുക്ക് ഇൻസേർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എപ്പോഴാണ് വേണ്ടതെന്നാണ് നോക്കണ്ടേ. നമുക്കത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഡാറ്റ സെറ്റ് എഴുതുവാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് കേസാണ് കണ്ടത്. അപ്പോൾ നമുക്കിനി ഇൻസേർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് നോക്കാം. ബെസ്റ്റ് കേസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു അരയാണ്. നമുക്ക് നോക്കാം എത്ര കമ്പാരിസൺസും എത്ര മൂവ്മെൻറ്റ്സുമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ തൊട്ടാണ് തുടങ്ങേണ്ടത്? j = 2 വേണം തുടങ്ങാം അല്ലേ. അപ്പോൾ j = 2 നമുക്ക് എന്ത് വേണം? കമ്പാരിസൺസും മൂവ്മെൻറ്റ്സും ആണ് നോക്കേണ്ടത് അല്ലേ. കമ്പാരിസണും നോക്കണം, മൂവ്മെൻറ്റ്സും നോക്കണം. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കീയിലേക്ക് ആ എലമെൻറ്റിനെ എടുത്തു വെച്ചു. കീയിലേക്ക് 6നെ എടുത്തു വെച്ചു. ആരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തു? തൊട്ട് പുറയിലുള്ള എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു. 5 കമ്പയർ ചെയ്തു. 6 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എത്ര കമ്പാരിസൺ വന്നു? ഒരു കമ്പാരിസൺ വന്നു. മൂവ്മെൻറ്റ്സ് വല്ലതും വന്നോ? ഇല്ല. 6 ആ പൊസിഷനിൽ തന്നെ ഇരിക്കേണ്ടത് അല്ലേ. 5 തൊട്ട് പുറകിലാണ്. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും വന്നില്ല, കമ്പാരിസൺ മാത്രമേ വന്നുള്ളൂ. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ എന്തായി? ഈ ഒരു പൊസിഷനിലായി. അപ്പോൾ ജെയുടെ വാല്യൂ 3ൽ ഞാൻ ഈ 6 മാറി ഇവിടെ 7 ആയി. ഞാൻ 7ഉം തൊട്ട് പുറയിലുള്ള എലമെൻറ്റ് ഏതാ? 6 ആണ്. 6 കമ്പയർ ചെയ്തു. ഒരു കമ്പാരിസൺ മതി അല്ലേ. 7 ഈസ് ഗ്രേറ്റർ ദാൻ 6 ആണ്. 7 ഗ്രേറ്റർ ദാൻ 6 ആയതുകൊണ്ട് ഷുവർലി 7 ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ ദ എലമെൻറ്റ്സ് ബിഫോർ ദാറ്റ്. അതായത് 6ൻ്റെ പുറയിലുള്ള എല്ലാ എലമെൻറ്റ്സിലും ഗ്രേറ്റർ ആണ്. ഓക്കെ. ഇനി അപ്പോൾ എത്ര കമ്പാരിസൺ വന്നു? ഒരു കമ്പാരിസൺ. മൂവ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് 7 ഇരിക്കുന്നത്. അതുകൊണ്ട് മൂവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ജെയുടെ വാല്യൂ എത്രയായി? 4 ആയി. തൊട്ട് പുറയിലുള്ള എലമെൻറ്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തു. അതായത് 8ഉം 7 ഞാൻ കമ്പയർ ചെയ്തു. 8 ഈസ് ഗ്രേറ്റർ ദാൻ 7. ഒരു കമ്പാരിസൺ നടത്തി. മൂവ്മെൻറ്റ്സ് വരെ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലൊരു ലിസ്റ്റാണെന്ന് വിചാരിക്കുക. 9, 10, 11. ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? ഓൾറെഡി ആ ലിസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്. അതാണ് ആ ലിസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ j = 5 നമുക്ക് ഒരു കമ്പാരിസനേ ഉള്ളൂ, മൂവ്മെൻറ്റ് ഇല്ല. j = 6 ഒരു കമ്പാരിസനേ ഉള്ളൂ, മൂവ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ j = n ആണെങ്കിലും കമ്പാരിസൺ എത്രയേ വരുള്ളൂ?
ഒരു കമ്പാരിസനുള്ളൂ, മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. തൊട്ട് പുറകിലുള്ള എലമെൻറ്റുമായിട്ട് മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് ഇതാണ് കേട്ടോ. അതായത് നമുക്ക് ഓൾറെഡി നമ്മുടെ ലിസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്. നമുക്ക് അതിനെ സോർട്ട് ചെയ്യേണ്ടതും എങ്ങനെ തന്നെയാണ്, അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. അതായിരിക്കും ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു ബിഗ് O ഓഫ് n-1 ആയിരിക്കും. എത്ര കമ്പാരിസൺ വേണ്ടി വന്നു? നമ്മൾ ഈ ഒരു എലമെൻറ്റ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ട്രിവിയലി സോർട്ടഡ് ആണ്. റിമൈനിങ് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും വൺസ് വരും. 1 + 2 + so on പ്ലസ് എത്രയും 1 വരും, n-1 1 വരും. ഓക്കെ, അപ്പം ഈ ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n-1 എന്നാണ്. പോളിനോമിലാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹയസ്റ്റ് പവർ ഏതാണോ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ n-1ൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ, n വരും. ബിഗ് O അല്ല, ബെസ്റ്റ് കേസ് ആട്ടോ, ഒമേഗ ഓഫ് n. അപ്പോൾ ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ് ഒമേഗ ഓഫ് n. വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ് ബിഗ് O ഓഫ് n². വേർസ്റ്റ് കേസ് ആണ് ബിഗ് O ഓഫ് n², ബെസ്റ്റ് ആണ് ബിഗ് O ഓഫ് n. ഇനി ഇൻസർഷൻ സോർട്ടിൻ്റെ വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ലിസ്റ്റ് ഡിസെൻഡിങ് ഓർഡറിൽ ഓൾറെഡി സോർട്ടഡ് ആണ്. അതിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം, അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അതാണ് അതിൻ്റെ വേർസ്റ്റ് കേസ്. എത്ര ടോട്ടൽ കോംപ്ലക്സിറ്റി വരും, n² കോംപ്ലക്സിറ്റി വരും, ബിഗ് O ഓഫ് n². ഇനി ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ലിസ്റ്റ് ഓൾറെഡി സോർട്ടഡ് ആണ്. അതേ ഓർഡറിൽ തന്നെ നമുക്ക് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്യാൻ പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും, ഒമേഗ ഓഫ് n ആയിരിക്കും. അതായത് ബെസ്റ്റും വേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഒരിക്കലും എന്നിൽ കുറയത്തില്ല, n നമ്പർ ഓഫ് കമ്പാരിസൺസിലും കുറയുകയില്ല. മാക്സിമം എത്രയേ വരുള്ളൂ, n² കമ്പാരിസൺസേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസർഷൻ സോർട്ട്. ഇൻസർഷൻ സോർട്ടിൻ്റെ ലോജിക്ക് എങ്ങനെയാണ്, കാർഡ് അറേഞ്ച് ചെയ്യുന്ന പോലെയാണെന്ന് ഓർക്കുക. ഓരോന്ന് വീതം എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെക്കുകയാണ്. എപ്പോഴും ഓർക്കുക, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്നത് ഓൾറെഡി സോർട്ടഡ് ആണെന്ന് പറയുന്ന പോലെ തന്നെ ഓരോ പാസ് ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം എന്താണ്, സോർട്ടഡ് ആണ്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് എവിടെ തൊട്ട് മതി, റൈറ്റ് മോസ്റ്റ് എലമെൻറ്റിൽ നിന്ന് തൊട്ട് കമ്പയർ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ എപ്പോഴും ലെസർ ആണെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യേണ്ട ഐറ്റം അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റം ലെസർ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്താൽ മതി. ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത 2 സോർട്ടിങ് അൽഗോരിതംസ് പഠിക്കണം, സെലക്ഷൻ സോർട്ടും ക്യുക്ക് സോർട്ടും. അതിൻ്റെ അൽഗോരിതം എന്താണെന്നും അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്നും ആ അൽഗോരിതംസ് എപ്പോഴാണ് ബെസ്റ്റും വേസ്റ്റും കാണിക്കുന്നതെന്നൊക്കെ. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എപ്പോഴാണ്, നിങ്ങൾക്ക് MCA ഒക്കെ എൻട്രൻസിനൊക്കെ പോവുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കുന്നതാണ്, ഇൻസർഷൻ സോർട്ട് എപ്പോഴാണ് വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി കാണിക്കുന്നതെന്ന്. എപ്പോഴാണ്, ഡിസെൻഡിങ് ഓർഡറിൽ ഓൾറെഡി സോർട്ടഡ് ആണ്, നമുക്കതിനെ എങ്ങോട്ട് മാറ്റണം, അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അതായിരിക്കും ഇൻസർഷൻ സോർട്ടിൻ്റെ വേസ്റ്റ്. ഇനി ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് എപ്പോഴായിരിക്കും, ഓൾറെഡി നമ്മുടെ ലിസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്, അതിനെ നമുക്ക് വീണ്ടും എന്തിൽ തന്നെ മാറ്റണം, അസെൻഡിങ് ഓർഡറിൽ തന്നെ മാറ്റണം. അതായിരിക്കും ഇൻസർഷൻ സോർട്ടിൻ്റെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സിറ്റീസിൻ്റെ വാല്യൂസ് ഓർത്ത് വെക്കുക. ഇൻസർഷൻ സോർട്ടിൻ്റെ വേസ്റ്റ് ബിഗ് O ഓഫ് n², ബെസ്റ്റ് ഒമേഗ ഓഫ് n ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.